അങ്ങനെ നമ്മളിത് 5:30 ആകുമ്പോഴേക്കും തിരുപ്പതി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റൂം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മൾ തിരുപ്പതി ദേവസ്വത്തിൻ്റെ റൂം തന്നെയാണ് കേട്ടോ എപ്പോഴും വന്ന് എടുക്കാറ്. നമ്മൾ 3 മാസം മുമ്പാണ് ബുക്ക് ചെയ്തിടുന്നത്. അതേപോലെ തന്നെ അപ്പോൾ തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തിടും കേട്ടോ. ഈ ഒരു റൂമിൻ്റെ റെൻറ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപ മാത്രമാണ് കേട്ടോ. ഏതൊരു ദേവസ്വവും ഇത്രയും നന്നായിട്ട് ക്ലീനായി ഹൈജീനായിട്ട് കൊടുക്കുന്നത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അതിന് തിരുപ്പതി ദേവസ്വത്തോട് വളരെ വളരെ നന്ദി പറയണം കേട്ടോ. മറ്റുള്ള ക്ഷേത്രങ്ങൾ ഇതേപോലെ ആണെങ്കിൽ ജനങ്ങൾക്ക് വന്ന് തൊഴാനുള്ള എളുപ്പം എന്താ പറയുക സുഗമമായിട്ട് നടക്കുന്നു വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും ഹൈജീനായിട്ടാണ് നമ്മുടെ തിരുപ്പതി ദേവസ്വത്തിൽ നമുക്ക് റൂം ഒരുക്കി തരുന്നത് കേട്ടോ. അതേപോലെ ബുക്ക് ചെയ്ത് നമ്മൾ 3 മാസം മുമ്പ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക തിരക്കിലൊന്നും പെടാതെ തന്നെ നന്നായിട്ട് തൊഴാനും പറ്റും. ഏകദേശം ഒരു 2 hours അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേഗം തൊഴാൻ പറ്റും കേട്ടോ. നമ്മൾ വെക്കേഷനിലാണ് തിരുപ്പതിയിലേക്ക് പോയത്. ആ ടൈമാണ് ഇതുപോലെ റൂം 3 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ്. നമ്മൾ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ റൂമിൽ പോയി തിങ്സ് എല്ലാം വെച്ചതിന് ശേഷം ആദ്യം ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഈ ഒരു ഹോട്ടൽ മാത്രമാണ് എനിക്ക് കുറച്ച് വൃത്തിയുള്ളതും അതേപോലെ തന്നെ കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഈ ഹോട്ടലിലാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഫുഡൊക്കെ കഴിക്കൽ. അതായത് രാവിലത്തെ എന്തെങ്കിലും ചായ സ്നാക്സ് എന്തെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കില്ല. കൂടുതലായിട്ടും ഭക്ഷണം അവിടെ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. രാവിലത്തെ ആയാലും ശരി ഉച്ചക്കത്തെ ആയാലും ശരി രാത്രിത്തെ ആയാലും ശരി ദേവസ്വത്തിൻ്റെ വക നമുക്ക് ഫ്രീ ആയിട്ട് അന്നദാനം കിട്ടും. അതുകൊണ്ട് ഹോട്ടലിലൊന്നും പോയിട്ട് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. ഇതും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. ഏത് നേരം വേണമെങ്കിലും നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് നമുക്ക് അവർ കഴിക്കാനുള്ളത് റൂമൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നമുക്ക് തിരക്കോട് കൂടിയിട്ട് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു 5-6 ഭാഗത്ത് ഇവർ അന്നദാനം കൊടുക്കുന്ന മണ്ഡപം ഉണ്ട് കേട്ടോ. അതിലേതിൽ വേണമെങ്കിലും നമുക്ക് ഫുഡ് പോയി കഴിക്കാം. അപ്പോൾ ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോകാൻ പുറപ്പെടുകയാണ്. ഇതേപോലെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഗോവിന്ദനാമം ഈ നാമം നമ്മൾ നെറ്റിയിലിട്ടിട്ട് പോവുകയാണെങ്കിൽ ഭഗവാനോട് നമ്മൾ അടുപ്പം പ്രിയപ്പെട്ടവരായി മാറും എന്നാണ് കേട്ടോ ഒരു ഐതിഹ്യമുള്ളത്. അപ്പോൾ തിരുപ്പതിയിൽ വന്നിട്ട് തൊഴാൻ പോകുന്നവർ എന്തായാലും ഈ ഒരു നാമം വെച്ചിട്ട് പോകണം. അവർ ഫ്രീ ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്തു കൊടുക്കുന്നത്. ഓറഞ്ച് സാരി ഉടുത്തിട്ട് ഇങ്ങനെ ഷോള് പോലെ വെച്ചിട്ട് കെട്ടി പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അവരാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്തു തരുന്നത്. അങ്ങനെയുള്ളവർ മാത്രമാണ് കേട്ടോ സേവനമായിട്ട് ചെയ്യുന്നത്. അവർക്ക് അതിൻ്റെ പുണ്യം കിട്ടുന്നതാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫോണൊക്കെ പുറത്ത് വെച്ചിട്ടാണ് പോയത്. തൊഴാനും പോകുമ്പോൾ ഒന്നും ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡ്ഡു മാത്രമാണ് കേട്ടോ. വേറെ ചന്ദനം കുങ്കുമം ഭസ്മം അങ്ങനെ ഒന്നും തന്നെ നമുക്ക് കിട്ടാറില്ല. അങ്ങനെ നമ്മളിതേ ലഡ്ഡുവാണ് പ്രസാദമായിട്ട് വാങ്ങിയത്. പിന്നെ അവിടുത്തെ ചന്ദനത്തിരി പ്രത്യേകത ഒരു മണമുള്ള ചന്ദനത്തിരിയാണ്. അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ട് എന്താ പറയുക ഒരു ബണ്ടൽ വാങ്ങിയിട്ടാണ് കേട്ടോ എപ്പോഴും വീട്ടിലേക്ക് പോവുക. അങ്ങനെ നല്ല ദർശനമായിരുന്നു. 1 hour തന്നെ നമുക്ക് തൊഴാൻ സാധിച്ചു. ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് കേട്ടോ.